അവന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും വലിയ ദൈവപ്രവർത്തികളെ കണ്ട് അനുഭവിക്കുവാനും ഒക്കെയും കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും, ഉറപ്പായും ചെയ്യും. നമ്മൾ ഉയർച്ച പ്രാപിക്കും. നമ്മുടെ ദൈവത്തിന്റെ വലിയ കൃപയെ ഇന്ന് കാണാനും അനുഭവിക്കുവാനും ഒക്കെയും വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മളെ ഇന്ന് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തെടുക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വലിയ പ്രതീക്ഷയോടെ ഇരിക്കണം. വലിയ പ്രവൃത്തികളെ കാണുവാൻ റെഡി ആയിട്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ കർത്താവ് വാക്ക് മാറാത്തവൻ, ദൈവം വിശ്വസ്തൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പായിട്ട് വായിക്കാം. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും കേൾക്കപ്പെടുന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കേട്ടു. എനിക്ക് വളരെ ഞാൻ എടുത്തെടുത്ത സാക്ഷ്യം പറഞ്ഞായിരുന്നു. 8 വർഷമായിട്ട് ആണിരോഗത്താൽ ഭാരപ്പെട്ട സഹോദരൻ, അദ്ദേഹം സൗഖ്യമായ സാക്ഷി. 1 മാസമായിട്ട് അദ്ദേഹം സാക്ഷ്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് പറയുവാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ, കാരണം വെച്ചാൽ അങ്ങനെ രോഗത്തിനൊന്നും ഞാൻ കേട്ടിട്ടില്ല, ട്രീറ്റ്മെന്റ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ കർത്താവ് അതൊക്കെയും ഉണ്ട്. ഒരു പരിധിക്കപ്പുറം ജസ്റ്റ് അത് പോകാനല്ലാതെ ഒന്നും ചികിത്സ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. പക്ഷെ കർത്താവ് അത് എടുത്ത് മാറ്റി ദൈവം അതിനു വേണ്ടി അത്. ഈ പ്രാർത്ഥനയിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു. പ്രതീക്ഷയോടെ ഇരിക്കണം. ഇന്നും അത്ഭുതം നടക്കും. ഇന്നും ദൈവപ്രവൃത്തി നടക്കും. ഒത്തിരി പ്രവചന ആലോചന കേട്ടതിന്റെ നിവൃത്തികൾ കേട്ട് കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസത്തിൽ ദൈവാത്മാവ് ഇടപെട്ട് തലമുറയുടെ വിഷയത്തിൽ അവർക്ക് ഒരു ചാൻസും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ കേട്ടതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ആ പ്രവചന ആലോചന പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് കണ്ട് കേട്ട് അനുഭവിക്കാൻ ഇടയാത്തത് ഒന്നല്ല, അനവധി കാര്യങ്ങൾ സൂമിൽ മാത്രമല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവരുണ്ട്. ഞാൻ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് സൂമിലാണ്. എന്തുകൊണ്ടെന്നാൽ സൂമിൽ നമ്മൾ ഒരുമിച്ച് ലൈവിൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. ബാക്കിയുള്ളവരില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് സമയപരിമിതി കൊണ്ടാകാം. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാസത്തിൽ ഒന്നെങ്കിലും ജോലിക്ക് അത്ര കാണാനും പറ്റാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും അവധി എടുത്താണെങ്കിൽ പോലും നിങ്ങൾ സൂമിൽ ലൈവിൽ പങ്കുചേരാൻ ശ്രമിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ ഇതൊരു ജീവനുള്ള കൂട്ടായ്മയാണ്. ഇത് ആര് നടത്തുന്നുള്ളതല്ല, ഇതിന്റെ അഡ്മിൻ ആരാന്നോ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആരാന്നോ ഉള്ളതല്ല ഇവിടെ വിഷയം. ഇതിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ നന്നായി നടക്കുന്നു. ദൈവാത്മാവ് ഇതിൽ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പ്രാപ്തിയല്ല, കൃപയാണ്. അപ്പൊ ആ കൃപ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, ലൈവായിട്ട് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരമാണ്. അത് പാഴാക്കല്. ഇന്ന് യൂട്യൂബിൽ കാണുന്നവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, വാട്സാപ്പിന്റെ. അതിൽ ജോയിൻ ചെയ്യുക. ഈ ഒത്തിരി പേര് വിളിക്കുന്നതോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഗ്രൂപ്പുകളിൽ പങ്കുചേർന്നു നിങ്ങൾ പ്രാർത്ഥനകളിൽ ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിനൊരു പരിഹാരം ദൈവത്തിന്റെ കരത്തിൽ ഉണ്ട് കേട്ടോ. ഇല്ലെന്നല്ല, കിട്ടിയാ കിട്ടിയെന്നുള്ള പരിപാടി നമുക്കില്ല. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ കൈവിടത്തില്ല. അതിന്റെ മറുപടി ഇതാണ്, നിങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്നാണ്. അതുകൊണ്ട് കർത്താവിലേക്ക് വരിക,
ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം ഒന്ന് വായിക്കുകയാണ്. നമ്മുടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിലെ ഈ വാക്യമാണ്. 57-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്. പരിചിതമായ വാക്യമാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. വേഗത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ഒരു ദിവസങ്ങളിൽ ഞാൻ നല്ലൊരു തിരക്കിലാണ്. എങ്കിലും ഈ തിരക്കിന്റെ ഇടയ്ക്കിലും കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് കൂട്ടായ്മ തരുവാൻ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. യെശയ്യാവ് 57:19 പറയുന്നത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. മർക്കൂസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും എനിക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യണം. ഞാനിത് പ്രൊജക്ട് ചെയ്യാം. മർക്കൂസിന്റെ സുവിശേഷം ഒരു വാക്യമുണ്ട്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അത് സംഭവിക്കും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. പല വിശ്വാസികളും പോകുന്നതിന്റെ പിന്നിലെ കാരണം പിശാചല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഇത്രയും വലിയ ദൈവത്തെ കണ്ടിറങ്ങിയിട്ട്, ഞാൻ കർത്താവിനെ അനുഗമിച്ചിട്ട്, വലിയ സുവിശേഷമൊക്കെ കേട്ടിട്ട്, വലിയ സുവിശേഷകരുടെ പ്രാർത്ഥന കേട്ടിട്ട്, ഒത്തിരി ഇടങ്ങളിൽ പോയി കൈവപ്പ് മേടിച്ചിട്ട്, ഒത്തിരി ദൈവദാസന്മാരുടെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടും, പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും, വീട്ടിലും നാട്ടിലും ഒക്കെ പ്രാർത്ഥനകൾ കൈക്കൊണ്ടിട്ടും എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അധരങ്ങളുടെ ഫലത്തെ സൃഷ്ടിക്കും. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയത്തിന്റെ പലതിൻ്റെയും എല്ലാത്തിൻ്റെയും കാരണം ഒട്ടുമുക്കാലും ഞാൻ പറഞ്ഞു 100-ൽ നമ്മുടെ അനുഗ്രഹത്തിന്റെ 1% 0.5% മാത്രമേ പിശാചിനെ സ്വാധീനിക്കാൻ കഴിയത്തുള്ളൂ, നമ്മൾ കൊടുത്താൽ മാത്രം. ബാക്കി 99% നമ്മുടെ ഭാഗത്ത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകമാണ് ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. അവിടെ സൃഷ്ടിക്കുക എന്ന വാക്കിന്റെ ഹീബ്രു വേർഡ് കൊടുത്തേക്ക് അതിൽ നോക്കിയപ്പോൾ ബാറ എന്നൊരു വാക്കാണ്. ബാറ, ഈ വാക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഉൽപ്പത്തിയിലാണ്. ബാറ എന്ന വാക്ക്, ഈ ബാറ എന്ന വാക്ക് ആദ്യമായിട്ട് ദൈവം ഉപയോഗിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ, സൃഷ്ടിപ്പിന്റെ സമയത്ത് ഉണ്ടാകട്ടെ എന്ന വാക്കിലും ബാറാഖ് എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അർത്ഥം, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്തൊരു കാര്യം, അതുവരെ അവിടെ മറഞ്ഞു കടന്ന, അതുവരെ കാണാൻ കഴിയാത്ത, അതുവരെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ മറഞ്ഞു കടന്ന ഒന്ന് അവിടെ വെളിപ്പെട്ടു വന്നു. അതിന് പറയുന്ന പേരാണ് ബാറ. അതായത് ക്രിയേറ്റ് ചെയ്തെടുക്കുക, ഇല്ലാത്തതിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. നിങ്ങൾ പറയും, ഞാനിപ്പം വൈകുന്നേരം ഒരു സഹോദരി എന്നോട് സംസാരിച്ച സമയത്ത് ഞാൻ കോൾ എടുത്തു. ആ സഹോദരി ഞാൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, രോഗത്താൽ ഭാരപ്പെടും. ഞാൻ പറഞ്ഞ സഹോദരി യെശയ്യാ 53-ന്റെ വാക്യങ്ങൾ, 4-5 വാക്യങ്ങൾ, കർത്താവ് നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഈ വാക്യം മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞു, ബ്രദർ ഈ വാക്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു മാത്രം മതി. നമുക്ക് എന്തുകൊണ്ടാണ് സംശയം എന്നറിയാവോ? ക്യാൻസർ എന്ന് പറയുന്നത് ഈ 2 വാക്കിൽ ഒതുങ്ങുന്നതല്ല എന്ന് നമുക്കറിയാം. മലയാളത്തിലെ 2-3 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ ഇത്ര മരണത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ പറ്റുന്ന ഈ ക്യാൻസറിന് മലയാളത്തിലെ 2-3 വാക്കുകൾ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയൊരു മരുന്നല്ല, നമ്മുടെ ഒരു നാട്ടുഭാഷ പറഞ്ഞ മരുന്നോ മന്ത്രോ ഒന്നുമല്ലത്. 2-3 വാക്കുകൾ പറഞ്ഞാൽ എങ്ങനെയാണ് ഡോക്ടർക്കോ മെഡിക്കൽ സയൻസിനോ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ആ വാക്കുകൾക്ക് കഴിയുന്നത് എന്നൊരു സംശയം വന്നേക്കാം. ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ആര് ഏറ്റു പറയുന്നു, ആ പറയുന്നവർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ബാറാഖ് എന്ന് ഇതിനെ ഉള്ളതുപോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവം റെഡിയായിട്ട് നിൽക്കുന്നു. തമ്പുരാൻ പറയാണ്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ആരാ സൃഷ്ടിക്കുന്നത്? എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം. ഞാൻ പറയുന്ന വചനത്തിലൂടെ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു തരുമെന്നാണ്. ഞാൻ പറയുന്ന വചനത്തിലൂടെ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു തരും. ആമേൻ. നമ്മുടെ അത്ഭുതങ്ങളൊന്നും, നമ്മുടെ മുമ്പിലുള്ള വഴികളൊന്നും, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുമ്പിലുള്ള വഴികളൊന്നും ഈ കർത്താവ് ചെയ്യുന്നതല്ല, സൃഷ്ടിച്ചു തരും. എല്ലാ വഴിയാണ്
ദൂരത്തും സമീപസ്ഥർക്കും സമാധാനം എന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കിന് ദൈവത്തിന് ആ വാക്ക് ശ്രദ്ധിച്ചോണം. ഇവിടെ ദൈവം സൃഷ്ടിക്കാൻ റെഡിയാ. പക്ഷെ ഇവിടെ എന്താ, നിങ്ങളുടെ അധരം ദൈവത്തിന് ആവശ്യമാണ്. ഇവിടെയാണ് പലപ്പോഴും പ്രശ്നം. നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ മിസ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ആയുധം നാക്കാണ്. ഞാൻ നിങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറയുന്ന പല വാക്കുകളും ശ്രദ്ധിച്ചോണം. ഇവിടെയൊക്കെ നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാൻ കഴിയും നമ്മുടെ വാക്കിന്.
ഞാൻ പറയുന്ന വചനം സംഭവിക്കും. പറയുന്ന വചനം സംഭവിക്കും. പറയുന്ന വചനം സംഭവിക്കും. വചനം സംഭവിക്കും. ഞാൻ പറയുന്ന വചനം പറയാൻ പറ്റും. ആമേൻ. പറയാൻ പറ്റും. പറയുന്നതാണ് എളുപ്പം. പറയുന്നതാണ് എളുപ്പം. പറയുന്നതാണ് എളുപ്പം. ഉണ്ട്. നടുവേദന മാറാത്ത തേയ്മാനത്തിന്റെ ഉണ്ട് ഉണ്ട്. തേയ്മാനത്തിന് സൗഖ്യം അല്ലേ?
സ്തോത്രം. ബ്രദറെ, രേണു എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരിയാണ്. രേണുക എന്നാണ് അവളുടെ പേര്. അവളെ ഷോർട്ട് നെയിമായിട്ട് രേണു എന്നാണ് വിളിക്കുന്നത്. അവൾ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട കൊച്ചാണ്. പക്ഷെ വീണ്ടും അവൾ പിന്മാറ്റത്തിൽ പോയി. അവൾക്ക് ഇപ്പം ഗവൺമെന്റ് ജോലിയിൽ കിട്ടിയപ്പോഴത്തേക്ക് ആളാകെ മാറി. ചർച്ച വരത്തില്ല. ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇപ്പൊ പിന്തിരിഞ്ഞു പോയി. ആഗ്രഹിക്കുന്നു എന്ന് പറയണം കേട്ടോ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ്, ഇന്ന് അധരങ്ങളുടെ ഫലം ഒന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ, അല്ലേ? സത്യമല്ലേ? നിങ്ങൾ എത്രയോ പ്രയർ റിക്വസ്റ്റുകൾ പലർക്കും അയച്ചു, അല്ലേ? പ്രാർത്ഥിച്ചിട്ടും പറഞ്ഞിട്ടും അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം റെഡിയാണ് സൃഷ്ടിക്കാൻ. പക്ഷെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ ഡ്യൂട്ടി ദൈവം കറക്റ്റായിട്ട് ചെയ്യും. എൻ്റെ ഡ്യൂട്ടി പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയത്തിൽ സംശയിക്കാതെ നീ പറയുന്നത്, വചനം പറയുന്നത്, അങ്ങനെ പറയാം, വചനം പറയുന്നത് സംഭവിക്കും. അപ്പം എങ്ങനെയാ സംഭവിക്കുന്നത് വെച്ചാൽ കർത്താവ് പറയും, നീ അത് അറിയണ്ട, നിന്റെ ഡ്യൂട്ടി പറയുക, എൻ്റെ ഡ്യൂട്ടി ചെയ്യുക. നീ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ശ്രദ്ധിച്ചോണം, നീ പറഞ്ഞാൽ ഞാൻ ചെയ്യും. നിങ്ങൾ പറയാൻ റെഡിയാണോ? രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോഴേ കുഴപ്പം. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടിട്ട് നാളെ വേറെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുമ്പോൾ പെട്ടെന്ന് യൂട്യൂബിലൊരു മെസ്സേജ്, അങ്ങനെ ഞങ്ങൾ അവിടെയും കയറിയേക്കാം. അവിടെ ചെന്നപ്പോൾ ആ ബ്രദറിനോട് പറയുന്ന ഒരു പ്രാർത്ഥന വിഷയം, അവിടെ നിന്ന് ഇറങ്ങി ചാടി അടുത്തോട്ട് കയറിയപ്പോൾ വേറൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, അവിടെയും കയറി എൻ്റെ പ്രാർത്ഥനാ വിഷയം. സന്തോഷം, നമുക്കൊരു മനസ്സിന് വലിയൊരു സന്തോഷമായില്ലല്ലേ? 10 സ്ഥലത്തേക്ക് പ്രാർത്ഥന റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ കുടുങ്ങിയെന്നാണ് ഞാൻ പറയത്തുള്ളൂ, ട്രാപ്പായി. കാര്യം 10 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പ്രശ്നത്തിലാണ് നിങ്ങൾ തന്നെ പ്രവചിച്ചു. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങൾ ആ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് പിറ്റേ പ്രാവശ്യം മുതൽ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാവോ? ദൈവം തൻ്റെ ഡ്യൂട്ടി ചെയ്യുവാൻ ആരംഭിക്കാൻ തുടങ്ങും. സമയത്തെ അത് കാണാൻ പറ്റത്തുള്ളന്നേ ഉള്ളൂ. തക്ക സമയത്ത് ദൈവം അത് ചെയ്ത് തന്നിരിക്കും. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ യേശുവേ, ഇന്ന് രോഗത്താൽ സമയം, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയം, ചെയ്യുന്ന സമയം ഏറ്റെടുത്ത് കർത്താവേ, ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കും. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. ഇന്ന് ഞാൻ അത്ഭുതം കാണും, ഇന്ന് ഞാൻ കാണും. ഇത് ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുകയാണ്. ഇന്ന് ഞാൻ തകർന്നു പോകത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ നിമിഷം ഇന്ന് ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ. ഇന്ന് എല്ലാവരും പറഞ്ഞേ, നിങ്ങളെ തൊടുകയാണ് ദൈവം, നിങ്ങളെ തൊടുകയാണ് ദൈവം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവ്. ഞാനൊരു ഭവനം ഇങ്ങനെ കാണുകയാണ്. ആ ഭവനത്തിൻ്റെ മുമ്പിലായിട്ട് പഴയ വീടുകളിൽ ഉപയോഗിക്കുന്ന ഓട് കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി, ചതുരം പോലെ അടുക്കി വെച്ചിരിക്കുന്ന വീടിൻ്റെ മുമ്പ് വശത്തായിട്ട് കയറി വരുന്ന ഭാഗം പോലെ ഞാൻ കാണുകയാണ്. അടുക്കി ഇങ്ങനെ ഓട് കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭവനത്തെ ഞാൻ കാണുന്നു. ആ ഭവനത്തെ നോക്കിയിട്ട് കർത്താവ് എന്നെ കാണുന്ന ഒരു കാഴ്ച, ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ നിമിഷം ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ കയറി ചെല്ലുമ്പോൾ തന്നെ അധികം ഹൈറ്റുള്ള മനുഷ്യനല്ല, ഏകദേശം ഒരു 5 അടി താഴെയുള്ള, അടുത്ത് ഏകദേശമുള്ള ഒരു മനുഷ്യനെ ഞാൻ കാണുകയാണ്.
അദ്ദേഹം ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട്, മീശ വെച്ചിട്ട് ഒരു മനുഷ്യനെ ഞാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സഹോദരി നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ആ ഒരു ഭവനത്തെ കർത്താവ് തൊടുകയും ആ കുടുംബത്തിൻ്റെ മേൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നാളുകളായി ഒരു ശാപം പോലെ പിന്തുടരുന്ന, എത്ര കൊണ്ടുവന്ന് വെച്ചാലും മുഴുവനും ചോർന്നൊലിച്ച് നശിച്ചു പോകുന്ന ഒരു അനുഭവം ആ കുടുംബത്തിൻ്റെ മേൽ നിന്നും നന്മയുടെ വാതിലിനെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ, ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ശാപക്കെട്ടുകൾ അഴിയട്ടെ, കുടുംബത്തിൻ്റെ അകത്ത് തകർച്ചകൾ വിട്ടുമാറട്ടെ, നിരാശകൾ വിട്ടുമാറട്ടെ, എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇന്ന് കൽപ്പിക്കുന്ന കർത്താവ്, ഇന്ന് കൽപ്പിക്കുന്ന കർത്താവ്, രോഗത്താൽ ഭാരപ്പെടുന്നവർ നിങ്ങളുടെ അകത്തിരിക്കുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ എടുത്തു കളാം. നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സം പിശാചാണ്, കൂടോത്രമാണ്, ബന്ധനമാണ്, പിശാചാണ്, പൈശാചികമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണ് പലപ്പോഴും പിശാച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിശാച് പോകത്തില്ല. കാര്യം നിങ്ങൾ യേശുവിനേക്കാൾ ഉപരി അവൻ്റെ പേര് വിളിക്കുന്നത് കൊണ്ട് അവന് നിങ്ങളെ വിട്ട് പിരിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ അവൻ്റെ വാക്ക് വെട്ടിക്കളയുക. എന്നിട്ട് പറ, എൻ്റെ യേശു എനിക്ക് കാരണം അറിയണ്ട, അതിൻ്റെ പിന്നിലെ കാരണങ്ങളെപ്പറ്റി ഞാൻ നോക്കുന്നില്ല, എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും, അത് മാത്രം അറിഞ്ഞാൽ മതി. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പാ, അങ്ങ് തമ്പുരാൻ നിങ്ങൾ മക്കളെ തൊടുന്നല്ലപ്പാ, വേദനകളെ, രോഗത്തെ, രോഗബന്ധനങ്ങളെയും കർത്താവ് അഴിക്കുന്നല്ലപ്പാ, യേശുവിൻ്റെ നാമത്തിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനോടൊരു സീന കുര്യൻ എന്ന് പറയുന്ന ഒരു മകളെ കർത്താവ് തൊടുന്നായിട്ട് പറഞ്ഞു. സീന കുര്യൻ എന്നാണ് പേര്, അടയാളം ശ്രദ്ധിച്ചോണം. വെറും സീനയല്ല, സീന കുര്യൻ എന്ന് വിളിക്കുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു. ആ മകൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ അത്ഭുതത്തെ ഇന്ന് റിലീസ് ചെയ്യുന്നു. പിതാവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളാൽ ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ. പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞു, വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്തു കഴിഞ്ഞു. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർ നിങ്ങൾ ഉറപ്പായും ഇത് ഷെയർ ചെയ്യണം. തകർന്നിരിക്കുന്നവരെ രക്ഷിക്കുവാനുള്ള ഏക മാർഗമാണ് സുവിശേഷം എത്തിക്കുവാൻ നിങ്ങൾ പ്രോത്സാഹിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമോ ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയം പറയരുത്. എക്സാം ഉള്ളവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉന്നത ജയത്തെ കൽപ്പിക്കുന്നു. കടഭാരമുള്ളവർ ഭാരപ്പെടരുത്, പറയണം. സൃഷ്ടിക്കുന്ന ദൈവം എങ്ങനെയാണ് കടഭാരം മാറാനുള്ള വഴി എന്നുള്ളത് വചനം ഏറ്റവും താഴെ കിടപ്പുണ്ട് യൂട്യൂബിൽ. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ കടഭാരത്തിൽ നിന്നുള്ള ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള വചനങ്ങൾ പറയേണ്ട വിധത്തെയും വചനങ്ങളെപ്പറ്റി തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട്. എല്ലാത്തിനെയും പറ്റിയുള്ളത് നിങ്ങളത് ഫോളോ ചെയ്യുക. എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഓരോരുത്തരോടുത്തൊരു മറുപടി പറയാമെന്നുള്ളത് അസാധ്യമായതുകൊണ്ട് ഞാനത് മെസ്സേജായിട്ട് യൂട്യൂബിലേക്ക് വരികയാണ്. നിങ്ങൾക്കത് കേട്ട് അതേപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സൗഖ്യത്തിൻ്റെ ശക്തി, കുടുംബത്തിലേക്കുള്ള സകലവിധ നന്മകളെയും തുറക്കുവാനുള്ള താക്കോൽ നിങ്ങൾക്ക് ലഭിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമോ ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ കേൾക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പ്രാർത്ഥന വിഷയം പറയരുത്, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ ഞാനൊരു ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞില്ലേ, മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. 2 വർഷമായി അവൻ എന്നെ വിളിച്ചിട്ടൊക്കെ. ഞാൻ ഇന്ന് വിളിച്ചു, അവനെ ഞാൻ വിഷ് ചെയ്തു. അപ്പൊ അവൻ താങ്ക് യു എന്ന് പറഞ്ഞു. അതൊരു വലിയ അത്ഭുതം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം 2 വർഷമായിട്ട് എൻ്റെ കുട്ടികൾ ഫോൺ എടുക്കാറില്ലായിരുന്നു. ഇന്നലെ ബ്രദറിനോട് പറഞ്ഞു, പ്രാർത്ഥിപ്പിച്ചു. എൻ്റെ കുട്ടി എൻ്റെ ഫോൺ എടുത്തു. ഒരു 2 വാക്കെങ്കിലും അവൻ്റെ വായിൽ എനിക്ക് കേൾക്കാൻ പറ്റി. അതൊരു അത്ഭുതം തന്നെയാണ്. ഇനിയും പ്രാർത്ഥിക്കണം, അവർ രണ്ടുപേരും സ്നേഹത്തോടെ തന്നെ വിളിക്കാനും. തീർച്ചയായിട്ടും ഇതൊരു അടയാളം തന്നെ. ഇത് അടയാളം തന്നെ. ജസ്റ്റ് ധൈര്യമായിട്ടിരിക്കുക. ഇനി അവർ വിളിക്കും, അവർ സംസാരിക്കും. വലിയ ദൈവപ്രവർത്തിയെ കാണുവാൻ കർത്താവ് ഇടയാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു പറഞ്ഞു. ബ്രദർ ഇപ്പൊ തന്നെ ഒരു ദൂത് പറഞ്ഞു. ഓട് നിരത്തി വെച്ചേക്കണ വീട് എൻ്റെ വീടാണ്. എൻ്റെ വീടിന്റെ ഇറങ്ങി വീട്ടിലേക്ക് കയറിനേക്ക് മുമ്പ് റൈറ്റ് സൈഡിൽ ഓട് ബെഞ്ച് പോലെ ഞങ്ങൾ നിരത്തി വെച്ച് അങ്ങനെ സിമെന്റ് ഇട്ട് വെച്ചേക്കണേണ്. പിന്നെ മരുമകൻ ക്ലീൻ ഷേവ് ചെയ്തതാണ്. ആളിപ്പോ ഈ നാട്ടിലില്ല, പുറത്താണ്. ആൾക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ജപ്തിയുടെ വക്കത്ത് നിൽക്കണേണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ സാമ്പത്തികം കടഭാരങ്ങൾ വലിയതായിട്ട് വരുന്നു.
തീർച്ചയായും സിസ്റ്ററെ, കർത്താവ് അത് കണ്ടതാണ്. നിങ്ങളുടെ ഭവനത്തിൻ്റെ ഈ അടയാളം മുഴുവൻ കേൾക്കുക. കർത്താവ് അങ്ങനെയെങ്കിൽ ഏറ്റെടുത്തോളം ആ കുടുംബത്തിനെ കർത്താവ് കണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ആലോചനയെ ഏറ്റെടുക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ മകനോട് പറയണം, കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ഒരു സാധ്യതയും ചിലപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മാനുഷികമായിട്ട് ചിലപ്പോൾ അവർ ചിന്തിച്ചേക്കാം, അവർ നമ്മളോട് സംശയം പറഞ്ഞേക്കാം. പക്ഷെ നമ്മളിന്ന് കേട്ട വചനം സൃഷ്ടിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് വീടോ നന്മയോ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് പറഞ്ഞു. ബ്രദറെ, ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് ഇടപെടണേ, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഒഴുകണേന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് കണ്ടു. ദൈവം ഇടപെട്ട് നന്ദി കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞോ സിസ്റ്റർ. പറഞ്ഞോ. ബ്രദറെ, എൻ്റെ മോള് BSc നഴ്സിംഗ് പഠിക്കുവാണ്. ഇപ്പൊ 3rd സെമസ്റ്ററാണ്. അവളുടെ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് അവൾക്ക് ഞാൻ വചനങ്ങളൊക്കെ എഴുതി കൊടുത്ത് അതെല്ലാം ഭിത്തിയെ വെച്ച് അവളെ കൊണ്ട് അത് പറഞ്ഞ് എന്നും അത് പറഞ്ഞിട്ട് വിശ്വാസത്തോടു കൂടി നീ മനസ്സിൽ കണ്ട് നീ പരീക്ഷയ്ക്ക് പോകുന്നതായിട്ടും ജയിക്കുന്നതായിട്ടും കാണണമെന്ന് പറഞ്ഞു. അവള് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ മൈക്രോബയോളജി ഭയങ്കര പാടായിരുന്നു. അവള് പറഞ്ഞു, അമ്മേ ഞാൻ എഴുതിയത് വെച്ച് നോക്കിയാൽ ഞാൻ ജയിക്കുകയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ജയിക്കും, നീ യേശുവിന്റെ മുറിവിൽ എനിക്ക് ജയമുണ്ട്, ഞാൻ ജയം വരിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് കണ്ണടച്ച് നീ ജയിച്ച് തുള്ളി വരുന്ന ഉല്ലാസത്തോടു കൂടി നീ എന്നെ വിളിച്ച് പറയുന്നതായിട്ട് കണ്ടോണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും പ്രാർത്ഥിച്ചു. അവൾക്ക് റിസൾട്ട് വന്നു, അവള് ജയിച്ചു. ഞാൻ എങ്ങനെ മനസ്സിൽ കണ്ടു പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ അവള് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് അവള് വിളിച്ച് എന്നെ പറഞ്ഞത് ഞാൻ ജയിച്ചു. തീർച്ചയായിട്ടും അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പ്രിയസിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എഴുതിയ മകൾക്ക് പോലും ഉറപ്പില്ലായിരുന്നു ജയിക്കുമെന്ന്. പക്ഷേ പ്രിയമാതാവ് വിശ്വസിച്ചു, കർത്താവ് അത് ചെയ്യും, ദൈവം അത് അത്ഭുതമാക്കി മാറ്റുമെന്ന് വിശ്വസിച്ചു. കർത്താവ് അങ്ങനെ തന്നെ നാദരങ്ങളുടെ ഫലത്തെ ദൈവം സൃഷ്ടിച്ചു. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തിട്ടേ പറയാവുള്ളേ. God bless you. പറഞ്ഞോ. സീന കുര്യൻ എന്റെ മോളാണ്. സീന കുര്യൻ മോളാ അല്ലേ? ഞാൻ ഇന്നലെ മുതലായി പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങിയത്. യൂട്യൂബിൽ കണ്ടാ ഞാനിങ്ങനെ കയറിയത്. എന്നിട്ട് അവളൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. ഞാനൊരു സംശയം വെച്ചോട്ടെ സിസ്റ്ററെ, എന്നോട് ഈ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോളുടെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര ദിവസം പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇന്നലെയാ കയറിയത്. ആദ്യമായിട്ട് ഇന്നലെ കയറിയത് അല്ലേ? ഓ സ്തോത്രം. കർത്താവ് വലിയൊരു അത്ഭുതം കേട്ടോ. ദൈവം അത് കണ്ടതാ കേട്ടോ. അതുപോലെ ബ്രദറെ, അവളുടെ ഹസ്ബൻഡിനാണെങ്കിൽ ചെവിയുടെ പുറയിൽ ഇൻഫെക്ഷൻ ആണോ എന്താണെന്ന് അറിയത്തില്ല, മുഴ വന്നിട്ട് അതങ്ങോട്ട് കുറയുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്നലെ ഞാൻ അവൾ ഈ പ്രാർത്ഥനാ വിഷയം പറഞ്ഞ്, ഞാൻ ഈ പ്രാർത്ഥനയുടെ യൂട്യൂബിൽ രാവിലെ കണ്ടതിന് ശേഷം അവൾ എന്നോട് ഇത് പറഞ്ഞപ്പോഴേ അന്തരം മുതൽ ഞാൻ ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചവന് വേണ്ടി. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, എടി ഇന്ന് വൈകുന്നേരം നിന്റെ മോൻ വരുമ്പം അസുഖമെല്ലാം കുറഞ്ഞതായിട്ട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ അപ്പൊ അവള് പറഞ്ഞു, അമ്മയെ മുഴ മാറിയിട്ടില്ല, പക്ഷെ അച്ചാച്ചന് വേദന കുറഞ്ഞെന്ന് പറഞ്ഞു. ആമേൻ. സഹോദരി, ഈ വാക്യം മോളെ കേൾപ്പിക്കണം. മോളെ കർത്താവ് ഇടപെട്ടതുകൊണ്ട് ഞാനതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. സഹോദരി ആദ്യമായിട്ടാണ് ഈ സഹോദരി തന്നെ കേട്ടോ ദൈവാത്മ പറയുന്നത്, ഈ കുടുംബം തന്നെയാണത്. അപ്പൊ സിസ്റ്ററെ കർത്താവ് ഇടപെട്ടതാണ്. ആ പേര് നിങ്ങൾ ആലോചിക്കുക, പേരും കൂട്ടിയാണ്, വെറും സീന എന്നല്ല. കർത്താവ് സാധാരണ നമുക്ക് പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഇതാ ഒരു ഇൻഷ്യലും കൂടെ ചേർത്ത് ഈ കുടുംബത്തിന് വേണ്ടി തന്നെ കേട്ടോ, മറ്റാരോടുമല്ല, ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണ്. സീന കുര്യൻ തന്നെ കർത്താവിനോട് പറയാൻ പറഞ്ഞു. ആ കുടുംബത്തെ ദൈവം തൊടുവാണ്. ദൈവം ഭാരത്തെ വിട്ട് ഒഴിയുന്നു. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞോട് ദൈവം കണ്ടിരിക്കുന്നു കേട്ടോ. വലിയൊരു ഭാഗ്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് റെഡി ആയിട്ടിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ഇനിയും തുടർമാനമായിട്ട് പ്രാർത്ഥനയെ കയറണം കേട്ടോ. കാര്യം കർത്താവ് കണ്ടിട്ട് നമ്മളെ തൊടാൻ വേണ്ടിയാണ്, ദൈവം ഉയർത്താൻ വേണ്ടിയാണ്. കൂട്ടായ്മയെ ആചരിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ സാക്ഷ്യങ്ങളുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഒരു മിനിറ്റ് ക്ലിയർ അല്ല. ക്ലിയർ അല്ല. ഒരു സെക്കൻഡ്, രണ്ടുപേരും പറഞ്ഞ ക്ലിയർ അല്ല. ക്ലിയർ അല്ല പറയുന്നത്. പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറഞ്ഞു.
പ്രൈസ് ലോൺ ബ്രദറെ. ഇന്ന് എനിക്കൊരു അത്ഭുത സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. ഞാൻ ഇന്ന് ഒരു വലിയൊരു പ്രതിസന്ധിയിലുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കിടന്നപ്പം തൊട്ട് എൻ്റെ മനസ്സിൽ അങ്ങ് പരിശുദ്ധമാവ് പറയുന്നത്, നാളെ രോഗിക്കടക്കാരൻ ചേട്ടൻ്റെ കടയിൽ പോണം, അവധി പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് ചെല്ലണം. അത് ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഓർത്ത് കിടന്നു. രാവിലെ എണീറ്റപ്പം വീണ്ടും മറന്നു. ജോലിയിലൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ എളുപ്പം എന്തായാലും വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങോട്ട് പോയി. ഒരു 10:30 ആയപ്പോൾ അവരുടെ കടയെടുത്തിരുന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം എവിടെ എങ്ങനെ ഇടപെടുമെന്ന് ഒരിക്കൽ കൂടി എനിക്ക് അത് വെളിപ്പെടുത്തിയിന്ന്. ഞാൻ പറഞ്ഞുകൊണ്ട് പോയത്, എന്നെ വിളിച്ചിറക്കിയിരിക്കുന്നവനെ എന്നെ കുറിച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നത്. അങ്ങ് ഭയങ്കരമായിട്ട് ചൂടൻ, എന്തോ ആക്ഷേപിക്കുമായിരിക്കും എന്നൊക്കെ പേടിച്ചാ ചെല്ലുന്നത്. അവിടെ ചെന്ന് കടയുടെ മുമ്പിൽ നിന്നപ്പോഴേ വേറൊരാൾ അതിനകത്ത് ഇരിക്കുന്നുണ്ടപ്പോൾ ഈ മനുഷ്യൻ പോട്ടെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് മാറി നിന്ന്. കുറച്ച് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്നോട് എന്താ കുഞ്ഞ് നിൽക്കുന്നത് കയറുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴേ അങ്ങ് ചാടി എണീറ്റ് ഞാൻ അങ്ങ് അനങ്ങാതെ കണ്ടു. അന്നേരം ഇരിക്കാൻ പറഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു അവധിയും കൂടെ തരണം എന്ന് പറഞ്ഞ് തീരെയും ചാടിക്കൊണ്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കാൻ തുടങ്ങി. മൊബൈലിൽ പിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഞാൻ വന്നായിരുന്നു, അന്നേരം അവിടെ ആരും ഇല്ലായിരുന്നില്ല, ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് കുറേ പറഞ്ഞു. അപ്പം മറ്റേ മനുഷ്യൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങ് നിസ്സഹായമായിട്ട് നിന്ന് ഞാൻ അങ്ങ് പരിശുദ്ധാത്മാവിനെ സങ്കല്പിക്കുമായിരുന്നു, അങ്ങ് സംസാരിക്കണേ. എന്തായാലും ആ മനുഷ്യൻ ഇടപെട്ടിട്ട് പറഞ്ഞ്, പിന്നെ ഇയാൾ നിർത്ത്, അത് പറയട്ടെ എന്തുവാന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് അദ്ദേഹം ഇടപെട്ടിട്ട് ഓടാൻ പറഞ്ഞ്, മോളെ മോക്ക് എന്ന് കൊടുക്കാൻ ഞാൻ കണ്ടോ ഈ മേശപ്പുറത്തിരിക്കുന്ന എന്നെ ഇവിടെ നിർത്തിയിട്ട് അയാൾ പോകാൻ പോയത്. ബാങ്കിൽ ഈ ചെക്ക് കൊണ്ട് കൊടുത്തിട്ട് റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞ് വക്കീലിൻ്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് ബാങ്കിന്റെ സിസ്റ്റം അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ്, അറിയാവുന്നതുകൊണ്ട് ഞാൻ രാവിലെ പോകണ്ട, ഉച്ചയായിട്ട് പോകാൻ മതി എന്ന് പറഞ്ഞ അയാളെ പിടിച്ച് നിർത്തിയിരിക്കുന്നു. പറയാം എന്റെ ചെക്ക് ഗീതേശ്വര കട്ടായി പോയല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പറഞ്ഞു ബ്രദറെ, എന്റെ പേര് രേണു എന്നാണ്. ബ്രദർ ഇന്ന് പ്രയറിന്റെ ഇടയ്ക്ക് രേണു എന്നൊരു പേര് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പ്രയറിനകത്ത് കൂടുന്നുണ്ട്. ഇതിനു മുന്നേ ഒരു പ്രാവശ്യം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ബ്രദർ ഒരു പ്രാവശ്യം ഒക്കത്ത് വെക്കാൻ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുള്ള രേണുവിന് ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പിറ്റേ ദിവസം മുതൽ ഈ പ്രയറിനകത്ത് കയറാൻ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ ഞാൻ ഈ പ്രയറിൽ കയറാറുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് ഇടപെട്ടതായതുകൊണ്ട് ധൈര്യമായിട്ട് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും കേട്ടോ. പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ മോക്ക് വേണ്ടിയാണ്. മോള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതിന് ഫസ്റ്റ് സെം ആയപ്പം ഒരു പേപ്പർ ജയിച്ചില്ല, സെക്കൻഡ് സെമ്മിനും ഒരു പേപ്പർ ജയിച്ചില്ല. തേർഡ് സെം ആയപ്പോൾ ഞാൻ വചനം ഇതിൽ കയറി. എനിക്ക് വചനം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചു. ആ വചനം പറഞ്ഞു, കൂട്ടുകാൽപരമായ ആന്തൈലം കൊണ്ട് അവളെ അഭിഷേകം ചെയ്യുന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തേർഡ് സെം ആയപ്പോൾ നല്ല മാർക്കോടെ അവൾക്ക് എല്ലാ പേപ്പറും ജയിക്കാൻ സഹായിച്ചു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് കൊടുത്ത ജ്ഞാനത്തിനും കഴിവിനുമായിട്ട് നന്ദി പറയുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തതിന് സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 1-2 സാക്ഷ്യങ്ങളുടെ പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥന ഇന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലോസ് ചെയ്യുവാണ്. വരും ദിവസങ്ങളിൽ സാക്ഷി കേൾക്കണം. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞോ. പറഞ്ഞു. കേൾക്കുന്നുണ്ട് സിസ്റ്റർ. എന്റെ വലിയൊരു കുമിള ഉണ്ടായിരുന്നു. അത് ഇപ്പൊ അത് നല്ലോണം മാറിപ്പോയി. എവിടെയായിരുന്നു? എത്ര നാളായിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ആ ബുദ്ധിമുട്ട്? 8 കൊല്ലമായി. 8 കൊല്ലമായിട്ടുണ്ടായിരുന്ന ഒരു മുഴയായിരുന്നു. മുഴയെന്നാണോ കുമിളയെന്നാണോ പറഞ്ഞത്? 8 കൊല്ലമായി
ഒരു മിനിറ്റ് സിസ്റ്ററെ, ഒരു കാര്യം ചെയ്യാവോ, ആ ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്യാവോ? ലൗഡ് സ്പീക്കർ ഇപ്പൊ കേക്കാവോ? ചെവി വെച്ചാ മതി. 8 കൊല്ലമായിട്ടുള്ള മുഴയായിരുന്നോ കുമളയെന്നാണ് പറഞ്ഞേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ആ, എത്ര നാളായിട്ട് എന്തായിരുന്നു? 8 കൊല്ലമായി അത് ഉണ്ടായിട്ട്. എന്തായിരുന്നു? മുഴയായിരുന്നോ കുമളയെന്നോ? കുമള തന്നെയാ. കയ്യിലല്ലേ? അങ്ങനെ ആസ്പത്രിയിൽ പോയി കാണിക്കാൻ ഞാൻ പോയില്ല. എനിക്ക് പേടിച്ചിട്ട് പോയില്ല. അപ്പം എന്തിട്ട് ദേശകർത്താവ് അടിപൊളികളെ സൗഖ്യാന്ന് പറഞ്ഞപ്പോ അത് നല്ല ചുരുങ്ങിപ്പോയി. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ്. കാര്യം സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നത് റിപ്പീറ്റ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കഴിവതും ലൗഡ് സ്പീക്കറുകൾ ഓഫ് ചെയ്യുക. ആമേൻ. അപ്പം സൗകര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കിവിടെ റിപ്പീറ്റ് വന്ന സൗണ്ട് എന്തോ ഒരു ഡിലേ വന്നായിരുന്നു. എനിക്ക് റിപ്പീറ്റ് കയറി വരുന്നുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 8 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കോമളയുണ്ടായിരുന്നു. 8 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല, പേടിയായിരുന്നു. പക്ഷേ വചനം കേട്ടു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ ആ മുഴ അവിടെ നിന്ന് മാറിപ്പോയി, കോമള മാറിപ്പോയി. 8 വർഷമായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചെറിയ തടിപ്പും കോമളകളും ഒക്കെ വരുന്ന സമയത്ത് അത് മാറിപ്പോകുന്നതാണ് സാധാരണഗതിയിൽ. പക്ഷേ ഇന്ന് അത് പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അത് പൂർണ്ണമായിട്ടും സൗഖ്യമാകുവാൻ ഇടയായിത്തീർന്നു. അത് പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ആ സൗണ്ട് ആർക്കെങ്കിലും റിപ്പീറ്റ് വരുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇപ്പോൾ ക്ലിയർ ആണോ? ഹലോ, ഇടയ്ക്ക് ആ സൗണ്ട് ഒന്ന് കയറി വന്നായിരുന്നു. എനിക്ക് ഇവിടെ ഭയങ്കര ഞാൻ ആ സഹോദരിയുടെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? 1-2 സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ പറയണം. എന്റെ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേക്ക് കട്ടായി പോയ. ഓക്കെ, അത് കട്ടായിരുന്നു സിസ്റ്റർ. ഞാൻ പിന്നെ ഗീത സിസ്റ്റർ നെറ്റ് കട്ടായി പോയതാ. പറഞ്ഞു, കംപ്ലീറ്റ് ചെയ്തോ. എന്റെ മെസ്സേജ് ഒന്ന് കേൾക്കണേ. തീർച്ചയായിട്ടും സിസ്റ്ററെ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ 1-2 ദിവസം ഞാൻ ഇച്ചിരി നല്ല തിരക്കില്ല. ഞാൻ നോക്കിക്കോളാം, എന്തായാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ ഒത്തിരി തിരക്കിലായിപ്പോയി. ഞാൻ നോക്കിക്കോളാം കേട്ടോ. എന്തായാലും പറഞ്ഞു. പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു. മകൾക്ക് 2 കല്യാണം പറയുന്നുണ്ട്. അവളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചതിന് നന്ദി. ദൈവം അത്ഭുതകരമായി തന്നെ വിടുവിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് തൊടുന്നതിന് നന്ദി. ആ വിഷയത്തിൻ്റെ മേൽ വിവാഹം നടക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവർ മാത്രമേ പറയാവുള്ളൂ. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയല്ലേ. പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബ്രദർ ഒരു കാലിന് വേദനയായിട്ടുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിക്കണം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കും കാലുവേദന ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ കാര്യം തൊട്ട് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് മുതൽ എനിക്ക് എൻ്റെ കാലിന്റെ ആ കൊത്തയിലെ വേദന മൊത്തമായിട്ട് മാറിപ്പോയി. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? കുറെ നാളുമായിട്ടുള്ള. എന്നാലും എത്ര വർഷക്കണക്കാണോ? വർഷമല്ല, മാസങ്ങളായതേ ഉള്ള. മാസങ്ങളായിട്ടുള്ള വേദനയായിരുന്നു. ട്രീറ്റ്മെന്റിലായിരുന്നോ അതോ? അല്ല, ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാനങ്ങ് വിഷമിച്ചു പോയി. ഒന്നുമില്ല, ഹോസ്പിറ്റലിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സൗഖ്യം തന്നു ദൈവത്തിന്. ഞാനിത് ചോദിക്കുന്ന വേറൊന്നുമല്ല, ഞാൻ ഇത്ര വർഷമാണ് ചോദിക്കുന്നത് വേറൊന്നുമല്ല. പലപ്പോഴും പല ആളുകളും വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഞാൻ അതുകൊണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നിരുന്നത്. നിങ്ങളുടെ രോഗത്താൽ സൗഖ്യം ലഭിച്ചവർ പറയുമ്പം നിങ്ങൾ എത്ര മാസമാണെങ്കിലും ഞാൻ ഒന്ന് ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും പേടിക്കണ്ട. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾ ചിലപ്പം കഴിഞ്ഞ ദിവസം 5 വർഷമായിട്ട് 6 വർഷമായിട്ട് നിങ്ങൾ പറയുമ്പം ചിലപ്പം ഇതേപോലെ രോഗത്താൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ സൗകര്യം പറഞ്ഞ മാസങ്ങളായിട്ട് വേദനയാൽ ഭാരപ്പെടുന്ന ആളുകൾക്ക് വേദനയായിരുന്നു. മരുന്ന് എടുത്തില്ലായിരുന്നു, മരുന്നിന് പോയില്ലായിരുന്നു.
പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു രോഗത്തിന് വേണ്ടി. പക്ഷെ കൈയെടുത്ത് ആ കൂട്ടത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു, ആ വേദന പൂർണ്ണമായിട്ടും സൗഖ്യമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിന്റെ കൃപ. ഇത് ഓരോ രോഗസൗഖ്യം യൂട്യൂബിലൊക്കെ ലൈവ് കേൾക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് വേണ്ടിയുള്ള സാക്ഷ്യമാണിത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ആ കൂടെ കൈവച്ചോണം, അപ്പം തന്നെ രോഗം മാറുകയാണ്. അത്ഭുതം നമ്മുടെ അവകാശം. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, എൻ്റെ പേര് മേഴ്സി എന്നാ. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, സോറി, ഞാൻ എൻ്റെ സാക്ഷ്യമല്ല, ഞാൻ ആദ്യമായിട്ട് കയറുന്ന മിനിഞ്ഞാന്നാണ്. എനിക്ക് ഇതിൻ്റെ പറ്റി പിന്നെ സെറ്റിങ്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇന്നാണ് ഇത് ശരിക്കും വരുന്നത്, ഈ മൈക്ക് ഓൺ ആക്കാനൊക്കെ ഞാൻ പഠിച്ചത്. ബ്രദറെ, എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഈ എലന്തൂർ ഒരു പുതിയതല്ല, ഒരു പഴയ വീട് വാങ്ങിച്ചത്. അപ്പോൾ ഓണർ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ലേബർ ഓഫീസിൽ നിന്നൊന്നും സാക്ഷൻ എടുക്കാതാണ് അയാൾ ഈ വീട് പിന്നെ കെട്ടിയതും ഇതൊക്കെ. ഞാൻ ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ 4 വർഷമായി. എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കുകയായിരുന്നു. ഞാൻ ഒരു ബാധ്യതയില്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് ടാക്സും എല്ലാം കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് വലിയൊരു 26,000 രൂപയുടെ വലിയൊരു ബില്ല് വന്ന് എനിക്ക് പിന്നെ കിട്ടണമെന്നും പറഞ്ഞ്, എനിക്ക് ഹസ്ബൻഡും ഇല്ല, ജോലിയും ഇല്ല, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അന്നേരം തന്നെ ആ പേപ്പർ എടുത്ത് ഞാൻ ശരിക്കും എൻ്റെ ആ ഒരു വിശ്വാസത്തിൽ ബ്രദറിൻ്റെ 2-3 ദിവസത്തെ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ ആ പേപ്പറിൻ്റെ മണ്ടിലോട്ട് കൈവച്ച് പറഞ്ഞു, കർത്താവേ, പാമ്പിനെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്ന യേശുപ്പച്ചൻ്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്. ഈ ബില്ല് എനിക്കുള്ളതല്ല, ഇത് ക്യാൻസൽ ആയി പോകണമെന്ന് പറഞ്ഞു. ഇനി ചൊവ്വാഴ്ച ചെല്ലാൻ പറഞ്ഞിരിക്കുക. ബ്രദർ, ദയവായിട്ട് എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചതിക്കപ്പെട്ട അനുഭവത്തിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ വ്യക്തി തന്നെ ഇടപെട്ട് ആ നന്മ തിരിച്ചു കിട്ടണം, നഷ്ടം വരാതെ കർത്താവ് എല്ലാ ബന്ധനങ്ങളും മാറിപ്പോട്ടെ, അത്ഭുതമായി തീരട്ടെ. ഞങ്ങൾ കൽപ്പിക്കുന്നു, കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ, ഞാൻ ഇന്ന് രാവിലെ ബില്ലൊക്കെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ ബുദ്ധി. അപ്പം ഞാൻ എപ്പോഴും കണ്ണൻ്റെ അടുത്ത് വെക്കണം. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞേ, എനിക്ക് എപ്പോഴും കണ്ണൻ്റെ അടുത്ത് വെക്കാണ്ട് കണ്ണ് കാണണം ഈശോയെ, അത് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു, എനിക്ക് സാക്ഷ്യമാക്കി തരണമെന്ന് ജസ്റ്റ് പറഞ്ഞു അങ്ങനെ. പക്ഷെ ഇന്നലെ ഒരു ബ്രദർ ഇങ്ങനത്തെ ഈ ടോപ്പിക്ക് കറക്റ്റായിട്ട് അത് തന്നെ എടുത്ത് പറഞ്ഞു. കർത്താവ് ഞാൻ പറഞ്ഞത് കേട്ട് എൻ്റെ വാക്കുകൾ കേട്ട ആ സ്നേഹദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും കൈവച്ച് പറഞ്ഞോണം. കണ്ണാടി ഇല്ലാതെ തന്നെ ഞാൻ വായിക്കും. കണ്ണാടി വെക്കുന്നതോട് പറഞ്ഞ് ഞാൻ കണ്ണാടിക്ക് എതിരല്ല, ലെൻസിനെതിരല്ല, ആർക്കും എതിരല്ല. പക്ഷെ നമ്മുടെ കണ്ണുകൾ കർത്താവ് സൗഖ്യമാക്കും. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കാഴ്ച വർദ്ധിപ്പിക്കും, കേൾവി വർദ്ധിപ്പിക്കും, വാക്കുകൾ സംസാരങ്ങളെല്ലാം വർദ്ധിപ്പിക്കും. യേശു വർധനവിൻ്റെ ദൈവമാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പ്രാർത്ഥന ഇന്ന് ക്ലോസ് ചെയ്യുവാണ്. എന്നോട് ക്ഷമിക്കണം. സാക്ഷ്യങ്ങൾ നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. നാളെയും നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാൻ സമയമുണ്ട്. നിങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു സാക്ഷ്യം പോലും പറയാതെ പോകരുത്. കഴിഞ്ഞ ദിവസം ആ സഹോദരൻ 1 മാസമായിട്ട് സാക്ഷ്യം പറയാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ചാടി പറഞ്ഞോണം. നിങ്ങളൊന്ന് കൈ കാണിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വ്യക്തിപരമായിട്ട് സൂമിൽ തന്നെ ലൈവിൽ സാക്ഷ്യമുള്ളവർ പറയാനുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോണം. ഞാനത് നോട്ട് ചെയ്തോളാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ലൈവിൽ കാണുന്നവർ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്, നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് അത്ഭുതം അവകാശമാണ്. യേശു ജീവിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും ബ്ലെസ് ചെയ്യുന്നപ്പോൾ അവർക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുന്നല്ലോ. അവരുടെ ഞെരുക്കങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ, രോഗബന്ധനങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളൊക്കെയും പുറത്താക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണപ്പോൾ. ഞങ്ങൾ തകരത്തില്ല, ഞങ്ങൾ നശിക്കത്തില്ല, ഞങ്ങൾ ഉയർച്ച പ്രാപിക്കും. ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെയും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ ലൈവ് ഇപ്പോൾ ഓഫ് ചെയ്യുകയാണ്. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.